എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ. ഇപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ് കിട്ടിയപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തത് എൻ്റെ കാറിൻ്റെ. അപ്പോൾ എൻ്റെ ബൈക്കിൽ യെല്ലോ ആണ്, സ്കൂട്ടി യെല്ലോ, എല്ലാം യെല്ലോ ആണ്. ഇതിപ്പോൾ യെല്ലോ ബേബി. അപ്പോൾ കുറേ നാളായി വണ്ടി കിട്ടിയിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നും ഉണ്ടായില്ല വണ്ടിയുടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇത് ഫിയറ്റിൻ്റെ പുണ്ടോ എന്ന് പറയും. സ്പോർട്ടി ടി-ജെറ്റ് എൻജിൻ 120 bhp ടർബോ ഗ്രാൻഡ് പുണ്ടോ ആണ്. നാട്ടിലുള്ള പുണ്ടോ ഗ്രാൻഡ് പുണ്ടോ എന്നൊന്നും അറിയില്ല. ഇത് 120 bhp ടി-ജെറ്റ് എൻജിനാണ് നാട്ടിലുള്ളതും. 120 bhp ആണ് ഇത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ്. പിന്നെ ടർബോ ഉണ്ട് കേട്ടോ, ടർബോ. അപ്പോൾ പുറത്തുനിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഫുള്ളി യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ ആയതുകൊണ്ടാണ് 2009 മോഡലാണ്. ഇതിപ്പോൾ അബുദാബി AD. നാട്ടിലെ വണ്ടീനെ അപേക്ഷിച്ച് ഇത്തിരി വലിപ്പ വ്യത്യാസമുണ്ട്. പിന്നെ 2 ഡോറുള്ളൂ, 2 ഡോറാണ് വണ്ടി. 5 പേർക്ക് യാത്ര ചെയ്യാം. 2 ഡോറാണ്. ബാക്കിലേക്ക് സീറ്റ് മടക്കിയിട്ട് കയറേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ഇതാണ്. എൻജിൻ ഫിയറ്റിൻ്റെ ടി-ജെറ്റ് എൻജിൻ തന്നെയാണ്. ടി-ജെറ്റ് എൻജിൻ എല്ലാം സെയിം. അതർ പാർട്സ് ഓൾ സെയിം ആണ്. ഒക്കെ നാട്ടിലെ പോലെ തന്നെ ആയിരിക്കും മിക്കവാറും. നാട്ടിലെ പുണ്ടോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നാട്ടിലെ സെയിം ആയിരിക്കും ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാൻഡ് പുണ്ടോ ആയതുകൊണ്ട് ടർബോ ഉണ്ട്. ഇതാണ് ചെറിയ ടർബോ. 120 bhp പവറുണ്ട് ഇതിന്. നാട്ടിലെ 85-90 തോന്നുന്നു, അറിയില്ല കറക്റ്റ്. അപ്പോൾ ഇത് ടർബോ ആണ്, ചെറിയ ടർബോ. പെട്രോൾ എൻജിനാണ്. പെട്രോൾ എൻജിനിൽ ടർബോ 1.4 ടി-ജെറ്റ് എൻജിൻ 120 bhp. അപ്പോൾ അതിന് ചെറിയ ടർബോ ആണത്. അപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചെറിയ പ്രോബ്ലം അല്ല. അത് വണ്ടി നമ്മുടെ കോൾഡ് സ്റ്റാർട്ട് പോലെ തന്നെ എന്തെങ്കിലും അർജൻറ്റായിട്ട് പോകുമ്പോൾ 1 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എടുത്തിട്ട് പോകാം. വണ്ടിയുടെ എൻജിനും കാര്യങ്ങളും ഓയിലൊന്നും പ്രഷറും കറക്റ്റ്, ഓയിൽ പ്രഷറൊന്നും കറക്റ്റ് കിട്ടാത്ത കാരണം ഒക്കെ അടിച്ച് പോകുന്നു മാത്രം. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എൻജിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ ഞാനിതിൻ്റെ എൻജിനും ഇതിൻ്റെ ഉള്ളേരിയയും കാണിച്ചു തരാം. ഇൻറ്റീരിയൽ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പുറകിലത്തെ ഈ സീറ്റ്, ഡ്രൈവർ സീറ്റും പിന്നെ പാസഞ്ചർ സീറ്റും മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലുള്ളവർക്ക് കയറാം. ബാക്കിൽ സെയിമാണ്, വേറെ ലക്ഷറി ഒന്നുമില്ല. ഒരു നോർമൽ കാറ് പോലെ തന്നെ, വലിയ സെറ്റപ്പൊന്നുമില്ല. പിന്നെ ഇത് സെയിം തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്. ഇത് AC ഉണ്ട്, ഹീറ്ററുണ്ട്, ഫാൻ, പിന്നെ ഒരു ചെറിയ റേഡിയോ ഉണ്ട്. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പെർ മൈലിൻ്റെ കാട്ടും ഇതിനകത്ത് 10-20 മൈലാണ് കാട്ടുന്നത്, 150 മൈൽ വരെ. സ്പീഡ് പറയുകയാണെങ്കിൽ 250 ആണെന്ന് തോന്നുന്നു. 250. ഞാനൊരു 170 വരെ ഇതിനകത്ത് ഡ്രൈവ് ചെയ്ത് നോക്കിൻ്റെ സ്പീഡ്. അതിനെ വിട്ട് പോയിട്ടില്ല. ഇതിപ്പോൾ അതിനെ പറ്റിയ റോഡും ഇല്ല. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ പണി തരും. അപ്പോൾ പിന്നെ അത് നോക്കിയില്ല. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത് സൈലൻ്റ് എൻജിനാണ്. തീരെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. നമ്മുടെ ചില കാറിൻ്റെ പോലെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. ടി-ജെറ്റ് എൻജിനായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ ചെറിയ സെറ്റപ്പുകൾ. നാട്ടിലൊക്കെ പുതിയ അപ്ഗ്രേഡൊക്കെ വന്നതോടുകൂടി ഇതൊക്കെ 2009 ലാസ്റ്റ് 2010 വണ്ടി. വലിയ വ്യത്യാസമൊന്നുമില്ല. പുതിയ വണ്ടിക്ക് ഉണ്ടാവും കേട്ടോ. പുതിയ വണ്ടി, ഇത് പഴയ വണ്ടിയാണ്. ഇതിപ്പോൾ ഏകദേശം 75,000 കിലോമീറ്റർ ഓടിയുണ്ട്. 2014 വർഷം
15 വർഷമായി. 77 കിലോമീറ്റർ ഓടിച്ചോളൂ മാത്രം. 77 കിലോമീറ്റർ ഓടിച്ചോളൂ. പിന്നെ 2 എയർ ബാഗ് 2 1 2 3 എയർ ബാഗ് ഉണ്ട്. 3 എയർ ബാഗ് ഉണ്ട്. പിന്നെ അങ്ങനെ നെഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കാണിച്ചാൽ ഇതേണ്ട ടി ജെറ്റ്. എക്സോസ്റ്റിൽ വലിയ സൗണ്ടൊന്നും ഇല്ല കേട്ടോ. അതെ, ടർബോ വർക്ക് ചെയ്യുന്ന കാരണം ഇത്തിരി സൗണ്ട് വ്യത്യാസമുണ്ട്. കാരണം നമ്മളൊരു RPM കൂട്ടുമ്പോൾ ഒരു RPM ഒരു 4000 5000 RPM എത്തുമ്പോൾ സൗണ്ടിന് വ്യത്യാസമുണ്ട്. 4000 സൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ കാറ്, ചെറിയ പൈസയ്ക്ക് ഇത്തിരി പവർ കൂടിയ കാറ്, അത്രമാത്രം. ഈ യെല്ലോ കളറായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം. വൈബ്രേഷനൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ സൗണ്ടുള്ളൂ എൻജിന്, വലിയ ഒച്ചപ്പാടൊന്നുമില്ല. പിന്നൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ വീലും ഡിസ്ക്കാണ് കേട്ടോ. ഡിസ്ക് ബ്രേക്കാണ്. എല്ലാ വീലും ഡിസ്ക് ബ്രേക്കാണ്. കമ്പനി ഡിസ്ക് ബ്രേക്കാണ്. ഗ്രാൻഡ് പുണ്ടായതുകൊണ്ടാണ് ഈ കമ്പനി ഡിസ്ക് ബ്രേക്ക്. പിന്നെ അത് എക്സോസ്റ്റ് ഇത് എല്ലാ വീലിലെ ഡിസ്ക് ബ്രേക്കാണ്. ചെറിയ സൈസ് 17 ഇഞ്ചാന്ന് തോന്നുന്നു വീൽ സൈസ്. 175 65 15 ഇഞ്ചുള്ളൂ കേട്ടോ. വലിയ ഹെവി സൈസൊന്നും അല്ല ടയർ. 175 65 6 15 വലിയ വ്യത്യാസമൊന്നുമില്ല സൈസിൽ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചെറിയൊരു വീഡിയോ. ഇനിയൊരു വീഡിയോയുമായി അടുത്തായി കാണാം. ബായ് എല്ലാവർക്കും.